ഹലോ, എല്ലാവർക്കും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂറ്റിയുടെ കുറച്ചുകൂടി പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് നിർത്തിയിരുന്നത്. ഇനി നമുക്കൊരു 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. എല്ലാവരുടെയും ബുക്കും പെന്നും ഒക്കെ ഉണ്ടല്ലോ അല്ലേ, എഴുതിക്കൊള്ളുക. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ ഇതാണ്: if f of x is equal to 15, fx is equal to ഇതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ്, sin x by x if x not less than or equal less than 0 and equal to x plus 1 if x greater than 0 greater than or equal to 0. fx is equal to sin x by x if x less than 0 and x plus 1 if x greater than or equal to 0. നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാമല്ലോ, ഇവിടെ 0യിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 0യിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 0യിലെ LHലും RHലും f ഓഫ് 0യും കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് LHL ഒന്ന് കണ്ടുപിടിക്കാം. LHL at 0 is equal to നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്ക് അറിയാവുന്ന ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് 0 മൈനസ് h എന്നാണ്. നമ്മൾ ലിമിറ്റ് h ടെൻസ് ടു 0 എന്ന് കൊടുത്താൽ 0ക്ക് കൊടുത്താൽ നമുക്ക് 0 മൈനസ് h എന്ന് പറഞ്ഞാൽ f ഓഫ് മൈനസ് h തന്നെയാണ്. അപ്പോൾ f ഓഫ് മൈനസ് h എന്ന് പറഞ്ഞാൽ h ഈസ് പോസിറ്റീവ് നമ്പർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസ് h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ഓഫ് എ പോസിറ്റീവ് നമ്പർ ദാറ്റ് ഈസ് ലെസ് ദാൻ 0. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വേണം. സോ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എഫ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ് ബൈ എക്സ് എന്ന് വരും. അപ്പോൾ സൈൻ മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ മൈനസ് എച്ചിൻ്റെ ഫോർമുല ഉണ്ടല്ലോ നമുക്ക്, സൈൻ മൈനസ് എക്സ് ഈസ് മൈനസ് സൈൻ എക്സ്. സോ വി ക്യാൻ അപ്ലൈ ദാറ്റ് ഫോർമുല. So sin minus h is minus sin h divided by h. ഈ മൈനസ് നമുക്ക് പുറത്തേക്ക് ഇടാം. സോ മൈനസ് ഓഫ് ലിമിറ്റ് h ടെൻസ് ടു 0 sin h ഡിവൈഡഡ് ബൈ h. ഇത് നമ്മളൊരു ഫോർമുലയായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ലിമിറ്റിനകത്ത് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് റീസൺ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളുക. ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഫോർമുലയാണ്, ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ നമുക്കിവിടെ ആ വാല്യൂ കൊടുക്കാം. ഇത് 1 ആയാൽ ഇത് മൈനസ് ഓഫ് 1 എന്നാവും. സോ ഇവിടെ ഒരു മൈനസ് h ഉണ്ട്, ഞാനത് എഴുതാൻ വിട്ടുപോയതാണോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മൈനസ് വരും, താഴെ നിന്ന് ഒരു മൈനസ് വരും. അപ്പോൾ ഇത് പ്ലസ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ LHL എന്ന് പറഞ്ഞാൽ 1 ആവും. ഇനി നമ്മൾ ഇവിടുത്തെ RHL എന്ന് കണ്ടുപിടിക്കണം. RHL, അപ്പോൾ LHL is equal to 1 ആണ്. ഇനി RHL is equal to ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് അറ്റ് 0യിലാണ്, അതുകൊണ്ട് 0 പ്ലസ് h വേണം. ഓക്കെ, 0 f ഓഫ് 0 പ്ലസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇത് 0 പ്ലസ് h എന്ന് പറഞ്ഞാൽ f ഓഫ് h തന്നെയാണ്, നമുക്കറിയാം. ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് h ആണ്. h ഈസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ ആണ്, പോസിറ്റീവ് ആണെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ, if x greater than or equal to 0 then the value of fx is equal to x plus 1 ആണ്. അപ്പോൾ f of h എന്ന് പറഞ്ഞാൽ h plus 1 എന്ന് വരും. h plus 1, hന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് വരും. അപ്പോൾ LHൽ 1 ആയി, RHൽ 1 ആയി. ഇനി നമുക്കവിടെ f ഓഫ് 0 കൂടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. f ഓഫ് 0 ഒന്ന് നോക്കിക്കുക മക്കളെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0 വന്നാൽ എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 എന്നാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0 ആയതിനാൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 വരും. സോ വാല്യൂ ഈസ് 0 പ്ലസ് 1 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 1 വരും.
അപ്പോൾ ഇവിടെ LHൽ നമ്മൾ കണ്ടുപിടിച്ചു 1 കിട്ടി, RHൽ കണ്ടുപിടിച്ചു 1 കിട്ടി, ഇത് RHൽ 1 കിട്ടി, നമ്മുടെ f(0)യും 1 കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണല്ലോ. LHൽ ഈക്വൽ ടു RHൽ ഈക്വൽ ടു f(0), അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ്റെ കാര്യം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോകാവുന്നതാണ്. ഗ്രാഫിലേക്ക് പോയാൽ ഒന്ന് വരച്ച് നോക്കാം. ഗ്രാഫ് ഒന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ നമുക്കപ്പോൾ ഈ ഗ്രാഫിലേക്ക് ഒന്ന് കടന്നു പോകാം. fx is equal to sin x by x when x less than 0 and equal to x plus 1 otherwise എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 0 അല്ലാതെ വരുന്ന മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. ഈ ഡൊമൈനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് പോകുന്നത്. എക്സിൻ്റെ വാല്യൂ 0യെ കഴിഞ്ഞും ചെറുതാണെങ്കിൽ fx എന്ന് പറഞ്ഞാൽ sin x by x ആണ്. ഇതാണ് sin x by xൻ്റെ ഗ്രാഫ്. ആൻഡ് x പ്ലസ് 1 ആണ്, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് എടുത്ത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പോയിന്റ് എടുത്ത് വഴി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത് ബ്രേക്ക് ആവുന്നില്ല, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ sin x by x fx എന്ന് പറയുന്നത് sin x by x when x less than 0 and equal to x plus 1 when x greater than 0 എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഇത്തരത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. 16ഉം ഈ സൈനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 16 fx is equal to, if f of x is equal to ഇതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ്, x square into sin 1 by x comma when x not equal to 0 and 0 if x equal to 0. ഇതൊരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണ്, നമുക്കത് വളരെ ക്ലിയർ ആണ്. ഈ സ്പ്ലിറ്റ് ഫംഗ്ഷൻ്റെയും പ്രത്യേകത നമുക്കറിയാം. ഇത് രണ്ടായിട്ടാണ് ഈ എൻ്റെ ഡൊമൈനെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയായിട്ടാണ് നമുക്കറിയാമല്ലോ. ഒന്ന് എക്സ് നോട്ട് ഈക്വൽ ടു 0, പിന്നെ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0യും എഫ്എക്സും f(0)യും സെയിം ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് സ്പ്ലിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ LHL ഒന്ന് കണ്ടുപിടിക്കാം. അല്ലെ, LHL is equal to LHL എവിടുത്തെ പോയിന്റിലെ കണ്ടുപിടിക്കേണ്ട LHL at x is equal to 0 കണ്ടുപിടിക്കണം. ഫോർമുല നമുക്ക് എഴുതാമല്ലോ. is equal to ലിമിറ്റ് h tends to 0 f of 0 minus h എന്ന് വരും. 0 minus h എന്ന് പറഞ്ഞാൽ f of minus h ആണ്. ഞാൻ ഇത്തരത്തിൽ പോകാനുള്ള കാരണം നമ്മളുടെ എല്ലായിടത്തും നമ്മൾ ഒരേ മാതിരിയാണ് പോകുന്നത്, ഒരേ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ലിമിറ്റ് h tends to 0 f of minus h എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ f of minus h എന്ന് പറഞ്ഞാൽ h പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മൈനസ് h ഈസ് നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1 by x എന്നാണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് h സ്ക്വയർ ഇൻറ്റു സൈൻ 1 by മൈനസ് h എന്ന് വരും. ഓക്കെ, റൈറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0, ലിമിറ്റ് h tends to 0 മൈനസ് എച്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ h സ്ക്വയർ എന്ന് വരും. h സ്ക്വയർ ഇൻറ്റു സൈൻ മൈനസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് ഓഫ് വരും. സോ ഇറ്റ് ഈസ് മൈനസ് ഓഫ് സൈൻ 1 by h എന്നില്ല. ഈ മൈനസ് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇടാം. സോ മൈനസ് ഓഫ് ലിമിറ്റ് h tends to 0 h സ്ക്വയർ ഇൻറ്റു സൈൻ 1 by h. h സ്ക്വയർ ഇൻറ്റു സൈൻ 1 by h. ഇനി ഇവിടെ നമ്മളൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നം നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തോട്ടെ. യെസ്, ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇവിടെ ഈ h സ്ക്വയർ
എച്ച് സീറോയിലേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് ഫോർമുലയൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് ഫോർമുല ലിമിറ്റേഷൻ ടു 0 sin x/x = 1 എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരത്തിലൊരു ഫോർമുല ഇല്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. മൈനസ് ലിമിറ്റ് 2 ലിമിറ്റായിട്ട് വേണം എഴുതാം. h² ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 sin 1/h അങ്ങനെ 2 ആയിട്ട് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത് ഞാൻ പറയാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി നിങ്ങളോടൊന്ന് പറയണമെന്നുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് പാർട്ട്, അതായത് h 0ലേക്ക് പോകുമ്പോൾ നമുക്കറിയാമല്ലോ h² എങ്ങോട്ട് പോകും, എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ h²ൻ്റെ വാല്യൂ 0ലേക്ക് പോകും. അപ്പോൾ ഇത് 0 ആവും. 0 ഇൻറ്റു ഇനി ഇവിടെയാണൊരു പ്രശ്നം. ലിമിറ്റ് h ടെൻസ് ടു 0 sin 1/h. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് എച്ചിന് 0 കൊടുക്കാൻ പറ്റില്ല. എച്ചിന് ഡയറക്റ്റ് 0 കൊടുത്താൽ സൈൻ ഇത് ഇൻഫിനിറ്റി ആയി പോകും. ഈ സൈൻ ഇൻഫിനിറ്റി അങ്ങനെയാണെങ്കിൽ പോലും നമുക്കറിയാം h 0ലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, sin 1/h എന്ന് പറയുന്നത് സൈൻ ക്ലോസ് ടു h 0ലേക്ക് പോകുമ്പോൾ 1/h എന്ന് പറഞ്ഞത് 0ലേക്ക് പോകും അല്ലേ മക്കളെ. സൈൻ h ടെൻസ് ടു 0 1/h ടെൻസ് ടു ആസ്, ഞാൻ ഇവിടെ ഒന്ന് എഴുതാം, ആസ് h ടെൻസ് ടു 0 1/h ടെൻസ് ടു എച്ചിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുമ്പോൾ 1/hൻ്റെ വാല്യൂ കൂടി പോകും, h ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ സൈൻ ഓഫ് ഒരു വലിയ വാല്യൂ കിട്ടുക. സൈൻ ഓഫ് ദാറ്റ് വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈന് അതായത് സൈൻ ഓഫ് ഒരു ആംഗിളാണ് ഇവിടെ വരുന്നത്. സൈൻ എത്ര വലിയ ആംഗിൾ ആയാലും സൈന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1ഉം മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1 എന്ന് പറഞ്ഞാൽ ഈ സൈൻ്റെ വാല്യൂ എപ്പോഴും ഈ -1നും +1നും ഇടയ്ക്ക് എടുക്കുന്ന ഒരു കോൺസ്റ്റൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. -1നും +1നും ഇടയ്ക്ക് മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ നമ്പർ ആയിരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. എന്ത് തന്നെ ആയാലും എച്ചിൻ്റെ വാല്യൂ എത്രയായാലും. അപ്പോൾ ഇത് 0 ഇൻറ്റു ദാറ്റ് ഫിക്സഡ് വാല്യൂ ആണ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. 0 ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടുത്തെ LHL എന്ന് പറഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് RHL കണ്ടുപിടിക്കാം. RHL ഇതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ, ഞാനത് കാണിച്ചു തരാം. RHL ലേക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. RHL ആണെങ്കിൽ x ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് 0 പ്ലസ് h എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, f ഓഫ് h എന്ന് വരും, 0 പ്ലസ് h എന്നുള്ളത് f ഓഫ് h എന്ന് വരും. അപ്പോൾ ഇവിടെ തന്നെ കൊടുക്കുമ്പോൾ -hന് പകരം എന്ത് വരും, എല്ലായിടത്തും +h വരും. അപ്പോൾ h² ഇൻറ്റു സൈൻ 1/h എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ തന്നെ വരും, h² എന്ന് വരും. ഇവിടെ മൈനസ് ഉണ്ടാകില്ല എന്നൊരു പ്രത്യേകത മാത്രം. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ഇവിടുത്തെ മൈനസ് ഉണ്ടാകില്ല, ഇവിടെ എല്ലാം പ്ലസ് വരും, ബാക്കിയെല്ലാം സെയിം ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 0 ഇൻറ്റു വീണ്ടും നമുക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അഗെയിൻ നമുക്ക് പറയാൻ പറ്റും ഇതുപോലെ തന്നെ, അതായത് ഈ മൈനസ് ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ LHL 0 എന്ന് കിട്ടിയതുപോലെ തന്നെ നമുക്ക് RHL LHL ഈക്വൽ ടു 0 എന്ന് കിട്ടിയതുപോലെ തന്നെ നമുക്ക് RHL കിട്ടും. ഓക്കെ, അത് രണ്ടും 0 ആണ്. ഇനി ഒരു വാല്യൂ വരുന്നത് f ഓഫ് x ഈക്വൽ ടു 0 വരുന്ന കേസിലാണ്. x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ f ഓഫ് 0 ആണ്. f ഓഫ് 0 എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ LHLും 0 ആണ്, RHLും 0 ആണ്. അതുകൊണ്ട് fx എന്ന് പറഞ്ഞാൽ RHL 0 ആണ്, അതോടൊപ്പം തന്നെ f ഓഫ് 0 ഉണ്ട്. മൂന്നും ഈക്വൽ ആണ്. 3 വാല്യൂസും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഫംഗ്ഷനിലേക്ക് നമുക്കൊന്ന് തിരികെ പോകാം. ക്വസ്റ്റനിലേക്ക് x² ഇൻറ്റു സൈൻ 1/x എന്നുള്ള വാല്യൂ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് സൈൻ 1/hൻ്റെ വാല്യൂ. സൈൻ 1/h എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ 1/hൻ്റെ വാല്യൂ ഇവിടെയുണ്ട്, വലിയ വാല്യൂ ആയി പോകും. എത്ര വലിയ വാല്യൂ ആയാലും ഇതൊരു ആംഗിളാണ്. സൈൻ്റെ പീരിയോഡിസിറ്റി
എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ വാല്യൂ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കിട്ടാവുന്ന അത്രയേ ഉള്ളൂ പീരിയോഡിസിറ്റി, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇതിനുള്ളിൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ആ പോസിറ്റീവ് നമ്പറിനാണ് k എന്ന് വിളിച്ചത്, അതുകൊണ്ട് തന്നെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഓൾജിബ്രായിക്ക് മീൻസ് ഒരു ഗ്രാഫിക്കൽ വ്യൂവിലേക്കും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോകാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഓൾജിബ്രായിക്ക് വ്യൂവിൽ നിന്ന് മാറി നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വ്യൂവിലേക്ക് നോക്കാം. ഓൾജിബ്രായിക്ക് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും GX നമ്മളതിനെ GX എന്ന് എടുത്തിരിക്കുന്നത്, അതിന് റീനെയിം ചെയ്യാൻ വേണമെങ്കിൽ F എന്നാക്കി F. ഓക്കെ, അപ്പോൾ നമുക്കത് Fx is equal to ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ x² into sin 1/x when x not equal to 0 and x plus 1 when x equal to 0 means otherwise. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഗ്രാഫിന് ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ഒന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഗ്രാഫിന് ബ്രേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിങ്ങനെ കുറേയൊക്കെ ബെൻഡിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. വേണമെങ്കിൽ അതിൻ്റെ ആനിമേഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്കെ ബ്രേക്ക് ഇല്ലാതെ പോകുന്നൊരു ഫംഗ്ഷനാണ്. ആകെ വരുന്നത് 0യിലെ കേസ് മാത്രമേ ഉള്ളൂ. നമ്മൾ 0യിൽ വെച്ചാണല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ബാക്കി പ്രശ്നം നമുക്കില്ല. അപ്പോൾ കണ്ടോ 0യിലെ ഫംഗ്ഷൻ ഒരു പ്രശ്നമല്ല, ഇത് വളരെ സ്മൂത്തായിട്ടത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വി ക്യാൻ കംപ്ലീറ്റ് ദ ഗ്രാഫ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ആൻഡ് ആസ് വെൽ ആസ് ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ അത്തരത്തിൽ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗ്രാഫ് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ എക്സാമിനേഷൻ വരുമ്പോൾ ഗ്രാഫ് വരച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. 17 ക്വസ്റ്റ്യൻ ഇതാണ്. f(x) is equal to sin x minus cos x. sin x minus cos x if x not equal to 0 and minus 1 if x is equal to 0. ഇവിടെ നമ്മൾ രണ്ടായിട്ട് ഇതാണ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എക്സാമിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് f(x) ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ ഫംഗ്ഷന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, 0യിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 സൈൻ fx-ഉം f(0) രണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ലിമിറ്റ് നോക്കാം. സൊല്യൂഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് ഒറ്റടി LHലും RHലും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് കാരണം രണ്ട് സൈഡിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ഫംഗ്ഷൻ തന്നെ. അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. LHലും RHലും കണ്ടുപിടിക്കാതെ തന്നെ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 f(x) എന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin x മൈനസ് cos x ആണല്ലോ. x ടെൻഡ്സ് ടു 0 എന്ന് പറയുമ്പോൾ x നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇങ്ങോട്ട് പോകും. ഇവിടെ നമുക്ക് ലിമിറ്റ് നേരിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. sin 0 മൈനസ് cos 0 എന്നുള്ള ഫോമിൽ വരും. sin 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ മൈനസ് cos 0 ഒന്ന് എഴുതിയിട്ട് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. sin 0 0 ആണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. cos 0 എത്രയാണ് മക്കളെ? cos 0 is equal to 1 ആണ്. അപ്പോൾ എന്ത് വരും? 0 minus 1. What is that? -1. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ -1. ഇനി നമുക്ക് f(0) നോക്കാം. f(0) എത്രയാ? f(0) is -1 എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, കണ്ടോ? f(0) is -1. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ ഫങ്ഷണൽ വാല്യൂ സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം നമുക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറഞ്ഞാൽ ഇതാണ്. f(x) is equal to cos x². യെസ്, ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ്, അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടിയിരിക്കുന്നത്.
ഇത് നമുക്ക് കണ്ടറിയാം, ഇതൊരു രണ്ട് ഫംഗ്ഷനെ കമ്പോസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ഇവിടെ ജി എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷന്, ജി എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ് സ്ക്വയർ എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം. ആൻഡ് എച്ച് എക്സ് എന്നുള്ളതിനെ ഞാൻ കോസ് എക്സ് എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എച്ച് കമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്താണ്. എച്ച് കമ്പോസിഷൻ ജി, എച്ചും ജിയും കൂടെ ഒന്ന് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൻ്റെ ബൈ ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് കോമ്പോസിഷൻ ഫംഗ്ഷൻസ്. അപ്പോൾ എച്ച് കമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എക്സ് ആണ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഓഫ് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാ. അപ്പോൾ എച്ച് ഓഫ് എക്സ് സ്ക്വയർ, എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആ. അപ്പോൾ എച്ച് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷനെ കമ്പോസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. എക്സ് സ്ക്വയറിൻ്റെയും കോസ് എക്സിനെയും കൂടെ കമ്പോസ് ചെയ്യും. അവിടെ നമുക്കൊരു റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എഫ് എക്സും ജി എക്സും, എഫ് എക്സ് ആൻഡ് ജി എക്സ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ദെൻ എഫ് കമ്പോസിഷൻ ജി ആസ് വെൽ ആസ് ജി കമ്പോസിഷൻ എഫ്, ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ആൻഡ് കോസ് എക്സ് ആർ കണ്ടിന്യൂസ്, ദർ കോമ്പോസിഷൻ ഫംഗ്ഷൻ കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അത്ര എഴുതിയാൽ മതി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. എഫ് എക്സ് എന്ന് ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷനായിട്ട്, ഇവിടെ ഓൾറെഡി എഫ് എക്സ് എന്ന് നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മാറ്റി ജി എക്സ് എന്നും എച്ച് എക്സ് എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ എഴുതണമെന്നില്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഇവിടെ രണ്ട് ഫംഗ്ഷനാണ്, ഒന്ന് എക്സ് സ്ക്വയർ, മറ്റൊന്ന് കോസ് എക്സ് സ്ക്വയർ, കോസ് ഓഫ് എക്സ്. ഇത് രണ്ടിനെയും കൂടെ കമ്പോസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഫംഗ്ഷനാണ് കോസ് എക്സ് സ്ക്വയർ. അപ്പോൾ ആസ് ദി ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസ് എക്സ് സ്ക്വയർ ആൻഡ് കോസ് എക്സ് ആർ കണ്ടിന്യൂസ്, ദ കമ്പോസിഷൻ കോസ് എക്സ് സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ കമ്പോസിഷൻ ഇങ്ങനെ മാത്രമല്ല, ഇത് ഇത്തരത്തിൽ പല ക്വസ്റ്റ്യൻസ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതേമാതിരി തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, മോഡുലസ് ഓഫ് കോസ് എക്സ്, മോഡുലസ് ഓഫ് കോസ് എക്സ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കോസ് എക്സ്. ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പറായിട്ട് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ നേരത്തെ 18 ആണ്. അപ്പോൾ 19th ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതാം. Question number 19. Discuss the continuity of f of x is equal to modulus of x. Modulus of x. Yes. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് കോസ് എക്സ്, മോഡുലസ് ഓഫ് കോസ് എക്സ് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ രണ്ടായിട്ട് എഴുതാം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ് എക്സ് എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം. ആൻഡ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എച്ചിൻ്റെയും ജിയുടെയും കൂടെ കമ്പോസിഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എച്ച് ഓഫ് ജി ഓഫ് എക്സ്, റൈറ്റ്? ദാറ്റ് ഈസ് എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. എച്ച് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ്. അപ്പോൾ എച്ച് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജി എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്, മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പോസ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനാണ് മോഡുലസ് ഓഫ് കോസ് എക്സ്. അപ്പോൾ ഇതും നമുക്കറിയാം, കോസ് എക്സ് ഇസ് ഓൾവേസ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മോഡുലസ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പോസ് ചെയ്താൽ കിട്ടുന്ന മോഡുലസ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. നമുക്ക് വേണ്ടിയുടെ ആവശ്യം വരുന്ന ഒരു സാധനമാണ്. ഇത് നമുക്കിനിയിപ്പോൾ ഇവിടെ ആവശ്യമില്ല, ഇത് കളഞ്ഞേക്കാം. മോഡുലസ് ഓഫ് കോസ് എക്സ്, മോഡുലസ് ഓഫ് കോസ് എക്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് കോസ് എക്സ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? മോഡുലസ് ഓഫ് കോസ് എക്സ്. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ഓർത്തിരിക്കേണ്ട.
ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. മോഡുലസ് ഓഫ് കോസ് എക്സ്. മോഡുലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ അപ്പർ പാർട്ട് മാത്രമേ വരുത്തുള്ളൂ, അതുകൊണ്ട്. അല്ലെങ്കിൽ അത് സാധാരണ എന്താണ് ഇങ്ങനെ വരേണ്ടതാണ്. നമുക്കറിയാം കോസ് എക്സിൻ്റെ നമ്മൾ ഗ്രാഫ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കൂടെ അതും കൂടെ ഒന്ന് വരച്ചിടാം. കോസ് എക്സ് കണ്ട. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ റിഫ്ലക്ഷൻ അത് മുകളിലേക്ക് കയറി, അത്രയേ ഉള്ളൂ. അതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന മോഡുലസ് ഓഫ് 1. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പം മോഡുലസ് ഓഫ് കോസ് എക്സ് ആയതുകൊണ്ട് അപ്പർ പാർട്ട് മാത്രമേ വരൂ. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്ത് നമുക്കൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പോയിന്റ് നമുക്ക് യെസ് പോയിന്റിന് കർവിലേക്ക് ആയിട്ടില്ല. ഒന്നും കൊണ്ട് എടുക്കാം, ഇത് വേണ്ട. പോയിന്റിനെ അടുത്ത് നമ്മൾ ഇതിലേക്ക് കർവിലേക്ക് അറ്റാച്ച്. ഓക്കെ, ഇനി അതിൻ്റെ ആനിമേഷൻ എന്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രേക്കില്ല, അതിങ്ങനെ ബൗൺസ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്നും ഒന്ന് ഷാർപ്പ് എഡ്ജ് വന്നിട്ടൊന്ന് തിരിഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത് നമ്മൾ അല്ലാതെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. മോഡുലസ് ഫംഗ്ഷനും കോസും കൂടെ കൂടി കമ്പോസ് ചെയ്തൊരു ഫംഗ്ഷനാണ് ഇതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 20യിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിട്ട് എഴുതിക്കോളൂ. examine the discuss the continuity of sine of modulus of x, sin mod x. sin mod x ഇതിൻ്റെ ഇത്തരത്തിൽ ഇത് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സൈൻ ഓഫ് മോഡ് എക്സ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജി ഓഫ് എക്സ് എന്നുള്ള സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് സൈൻ എക്സ് എന്ന് വയ്ക്കാം. ഇത് മാറിക്കിടന്നുണ്ട്, നേരത്തെ പ്രോബ്ലമാണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് എന്ന് വിളിക്കാം. ആൻഡ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ നമ്മളത് രണ്ടും കൂടെ കമ്പോസ് ചെയ്താൽ കിട്ടുന്ന ജി കമ്പോസിഷൻ ഓഫ് എച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. സൈൻ ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഇതാണല്ലോ. ദറ്റ് ഈസ് ജി ഓഫ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് ആ. ദറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആ. അപ്പോൾ ജി ഓഫ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് മോഡ് എക്സ് ആ. അപ്പോൾ ഇനി നോക്കിക്കേ, ഈ സൈൻ എക്സ് എന്ന ഫംഗ്ഷനും മോഡ് എക്സ് എന്ന ഫംഗ്ഷനും രണ്ടും കണ്ടിന്യൂസ് അല്ലേ മക്കളെ? അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെങ്കിൽ അത് നമ്മൾ കമ്പോസ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, നമുക്ക് അത്തരത്തിൽ പറയാൻ സാധിക്കും. അതിൻ്റെ നമുക്കൊന്ന് ഗ്രാഫ് ഒന്ന് നോക്കിയേക്കാം. കാരണം അതൊക്കെ നമുക്ക് ഇനി ഗ്രാഫുകളുടെയൊക്കെ ഒരു ആവശ്യം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്താണ്. ക്വസ്റ്റ്യൻസിനൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ അത്തരത്തിലുള്ള ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കതിൻ്റെ വാല്യൂം കൂടെ ഒന്ന് നോക്കിയേക്കാം. ആ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ആ വാല്യൂം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. യെസ്, സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് കണ്ട. സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് നമുക്ക് ഒന്ന് ചെറുതാക്കി കാണിക്കാം. അതിൻ്റെ ഷേപ്പ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പോയിന്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഈ ഗ്രാഫ് നോക്കി കാണാൻ കാണിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു കർവാണ് സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ്. അപ്പോൾ ഇതാണ് സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫംഗ്ഷന് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് പോയിന്റ് കിട്ടാം. ഈ പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്കില്ല, ഒരു ഷേപ്പ് അങ്ങനെ പോകുന്നതിന്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും കൂടെ ഒന്ന് 21ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 21. Question number 20. Okay, question number 21 ഇതാണ്. fx is equal to discuss the continuity of fx is equal to modulus of x minus modulus of x plus 1. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ നമുക്ക് എച്ച് എക്സ് നമ്മൾ ജി എക്സും എച്ച് എക്സ് എന്നാണ് വിളിക്കുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ആൻഡ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും? അപ്പോൾ നമ്മുടെ എഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെ ആക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു
മോഡ് എക്സിന് പകരം ജി എക്സ് എന്ന് വിളിക്കാം. ആൻഡ് എച്ച് എക്സ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വണ്ണിന് പകരം എച്ച് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി എക്സ് മൈനസ് എച്ച് എക്സ് എന്നെഴുതാം. ഇപ്പോൾ എഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന് ഇങ്ങനെ കിട്ടി. രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് ആണ്. ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ആണ്. മോഡുലസ് ഓഫ് എക്സ്, മോഡുലസ് ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി എച്ച് എക്സോ, അത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓൾജിബ്ര പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. എഫ് എക്സും ജി എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് എക്സ് പ്ലസ് ജി എക്സും കണ്ടിന്യൂസ് ആണ്, എഫ് എക്സ് മൈനസ് ജി എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ജി എക്സും കണ്ടിന്യൂസ് ആണ്, എച്ച് എക്സും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് കിട്ടുന്ന എഫ് എക്സ് എന്ന് പറയുന്ന ജി എക്സ് മൈനസ് എച്ച് എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ദീസ് ഫംഗ്ഷൻസ് ആർ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഫ് എക്സ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഗ്രാഫും കൂടെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിക്കൊള്ളല്ലോ. ഇവിടെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഗ്രാഫ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പോയിന്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്തേക്കാം. ഫംഗ്ഷൻ ഇത് പോയിന്റിന് ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കത് കാണാൻ സാധിക്കും ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണോ അല്ലെന്ന്. അല്ലാതെ തന്നെ അതിൻ്റെ ഷേപ്പ് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പോയിന്റിൽ അവിടെയല്ല കിടക്കുന്നത് കൊണ്ടാണ് ഒന്ന് അറ്റാച്ച് ചെയ്തോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ ഒന്ന് ഓണാക്കി നോക്കാം. ആനിമേഷൻ അപ്പോൾ കറക്റ്റായിട്ട് പോകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്കില്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ ആണ്. ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ കണ്ടിന്യൂസ് ആണ്. അത് രണ്ടും കൊണ്ട് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഒരു പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ ഒന്നും കൂടെ കടന്നു പോവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ഈസ് വെരി സിമ്പിൾ, ഇറ്റ്സ് എ വെരി സിമ്പിൾ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സിംപ്ലിസിറ്റി വി ക്യാൻ എൻജോയ് ദി ബ്യൂട്ടി ഓഫ് മാത്തമാറ്റിക്സ്. Okay, so okay, goodbye. Next episode വരെ നമുക്ക് കാത്തിരിക്കാം, and we can enjoy the beauty of mathematics through another episode. Or till then, goodbye.